ഓക്കെ, ആ ഒരു കണക്ഷനും ഡിസ്കണക്റ്റ് ആയിപ്പോയി. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സീരീസ് ഓഫ് മെസ്സേജസ് ഇത് അയക്കുന്നുണ്ട്. ശരിക്കുള്ള മെസ്സേജ് അല്ല കേട്ടോ. ശരിക്കുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഹാൻഡ് ഷേക്കിംഗ് പ്രോട്ടോക്കോൾ വഴി നമുക്ക് പരസ്പരം ഓതൻറ്റിസിറ്റി എൻഷുർ ചെയ്യേണ്ട കാര്യമുണ്ട്. പല കാര്യങ്ങളിലും ധാരണ എത്തേണ്ട കാര്യമുണ്ട്. അതിനുവേണ്ടി കുറച്ച് സീക്വൻസ് ഓഫ് മെസ്സേജസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും പരസ്പരം. അപ്പോൾ ഈ സീക്വൻസ് ഓഫ് മെസ്സേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സീക്വൻസ് ഓഫ് മെസ്സേജിനും ഒരു ഫോർമാറ്റ് ഉണ്ടാവും. അതാണ് ഈ ഫോർമാറ്റ്: ടൈപ്പ്, ലെങ്ത്, കണ്ടന്റ്. ഈ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു 1 byte സൈസുള്ള ഒരു കണ്ടന്റ് ആണ് എന്ത് ടൈപ്പ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് മെസ്സേജ് ആണ് നിങ്ങൾ ശരിക്കും സീക്വൻസ് ഓഫ് മെസ്സേജ് ആണ് നിങ്ങളിപ്പം നിങ്ങളുടെ ഹാൻഡ് ഷേക്കിംഗ് പ്രോട്ടോക്കോൾ വഴി അറിയിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഹലോ റിക്വസ്റ്റ് ആണോ, ക്ലയൻറ്റ് റിക്വസ്റ്റ് ആണോ, അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് മെസ്സേജാണ് നിങ്ങളിപ്പോൾ ഹാൻഡ് ഷേക്കിംഗ് പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടി അറിയിക്കാൻ പോകുന്നത്. അതാണ് ടൈപ്പ്. അത് ജസ്റ്റ് 1 byte സൈസുള്ള ഒരു ഫീൽഡാണ്. ഇനി അടുത്ത ലെങ്ത് എന്ന് പറയുന്നൊരു ഫീൽഡുണ്ട്. 3 byte സൈസാണ്. അപ്പം നിങ്ങളുടെ മെസ്സേജ്, ഈ പറയുന്ന മെസ്സേജിൻ്റെ ലെങ്ത് എത്രയാണ്, എത്ര ബൈറ്റ്സ് സൈസുള്ള മെസ്സേജാണ്. അത് ലെങ്ത്തിൻ്റെ രൂപത്തിൽ, ബൈറ്റ്സിൻ്റെ രൂപത്തിൽ നിങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. അതിനുവേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സൈസ് ഓഫ് ദ ഫീൽഡ് എന്ന് പറയുന്നത് 3 bytes ആണ്. അവസാനം വരുന്നത് എന്താണ്? കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പാരാമീറ്റേഴ്സ് വിച്ച് ഇസ് റിലേറ്റഡ് വിത്ത് ദ മെസ്സേജ്. നിങ്ങളുടെ മെസ്സേജുമായിട്ട് റിലേറ്റ് ചെയ്ത പാരാമീറ്റേഴ്സ് ആണ് എന്ത് കണ്ടൻറ്റ് ഫീൽഡിൽ കൊടുക്കേണ്ടത്. അത് എത്ര ബൈറ്റ് സൈസ് മാത്രമാണ്? വെറും 1 byte സൈസാണ്. ഓക്കെ, ഇനി നോക്കിയേ ഏതൊക്കെ ടൈപ്സ് ഓഫ് മെസ്സേജസ് നിങ്ങൾക്കുണ്ട് ഈ ഹാൻഡ് ഷേക്കിംഗ് പ്രോട്ടോക്കോളിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന മെസ്സേജസ്. നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് മെസ്സേജസ് ഉണ്ട്. ഹലോ റിക്വസ്റ്റ്, ക്ലയൻറ്റ് ഹലോ പറയുന്ന മെസ്സേജ് ഉണ്ടാവും. സെർവർ ഹലോ. ഓക്കെ, അപ്പോൾ ഹലോ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങളൊന്ന് ഹലോ പറയൂ എന്ന് റിക്വസ്റ്റ് ചെയ്യുമല്ലോ. കാരണം ഹലോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ആളാണോ, അല്ലെങ്കിൽ നമുക്ക് ഓതൻറ്റിസിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്ന ആളാണോ എന്നുള്ള കാര്യം നമുക്ക് തിരക്കാം. ഇനി സെർവർ ഹലോ, ക്ലയൻറ്റ് ഹലോ എന്ന് വെച്ചാൽ എന്താ? പരസ്പരം ഹലോ പറഞ്ഞ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഓക്കെ, ഇനി സെർവർ കീ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന മെസ്സേജ് ഉണ്ട്. ഇതൊന്നും ജസ്റ്റ് മെമ്മറൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അറിഞ്ഞിരിക്കുക. സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് സർട്ടിഫിക്കറ്റിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും പരസ്പരം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ഓതൻറ്റിസിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ എനിക്ക് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഓതൻറ്റിക്കേറ്റഡ് പേഴ്സൺ ആണ്. അതുപോലെ നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ടും എൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് ഞാനത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഓതൻറ്റിസിറ്റി പ്രൂവ്ഡ് ആവും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് കുറേ ടൈപ്സ് ഓഫ് മെസ്സേജസ്. ഇതെല്ലാം ഹാൻഡ് ഷേക്കിംഗ് പ്രോട്ടോക്കോളിനെ സപ്പോർട്ട് ചെയ്യുന്ന മെസ്സേജസ് ആണ്, അല്ല ശരിക്കും ഒറിജിനൽ മെസ്സേജസ് അല്ല. ഇനി വാട്ട് ആർ ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഓക്കെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഹാൻഡ് ഷേക്കിംഗ് പ്രോട്ടോക്കോൾ. ഹാൻഡ് ഷേക്കിംഗ് പ്രോട്ടോക്കോൾ വഴി എന്തൊക്കെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ക്ലയൻറ്റ് പാർട്ടുണ്ട്, സെർവർ പാർട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ക്ലയൻറ്റ് ഹലോ പറയും. ഓക്കെ, അപ്പോൾ സെർവർ എന്ത് ചെയ്യും? ഹലോ പറയും. സെർവർ ഇഫ് യു ഇസ് ആക്ച്വലി ഇൻട്രസ്റ്റഡ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ക്ലയൻറ്റ്, സെർവർ എന്ത് ചെയ്യും? ഹലോ പറയും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഹി വോണ്ട് റെസ്പോണ്ട് ടു ദ സച്ച് ഹലോസ് വിച്ച് ഇസ് കമ്മിങ് ഫ്രം എൻ അൺനോൺ പേഴ്സൺ. അയാൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം എന്നില്ല. അപ്പം സെർവറും ഹലോ പറയും. അതിനുശേഷം സെർവറിന് ക്ലയൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ഫേസിൽ എന്താ ചെയ്യുന്നത്? അയാളുടെ സ്വന്തം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ദാറ്റ് മീൻസ് സെർവർ ഒരു ഓതൻറ്റിക്കേറ്റഡ് പേഴ്സൺ ആണ് എന്നത് ക്ലയൻറ്റിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് തീർച്ചയായിട്ടും സെർവറിൻ്റെ സ്വന്തം സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി ക്ലയൻറ്റിൻ്റെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് സീക്രട്ട് കീസ് എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യം പറയും. ഓക്കെ, അത് മാത്രമല്ല എന്തും ചെയ്യും? ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യും, ഇങ്ങോട്ട് കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ബിക്കോസ് സെർവർ ഹാസ് ടു ഫീൽ ദാറ്റ് ദ ക്ലയൻറ്റ് ഇസ് എ ജെന്യുവൻ പേഴ്സൺ. സെർവറിനും അത് ഉറപ്പിക്കാൻ പറ്റണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്ലയൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയും ചെയ്യുമ്പോൾ സെർവർ ഹലോ കഴിഞ്ഞു. ഓക്കെ, സെർവറിൻ്റെ ഹലോ ദാറ്റ് മീൻസ് ഇൻട്രൊഡക്ഷൻ പ്രൊസീജിയർ കഴിഞ്ഞു. സെർവറിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ ഫേസിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സെർവർ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഫേസിലാണ് എന്ത് ചെയ്യുന്നത്? ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നത്? ക്ലയൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി സെർവറിന് അയച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ കീ എക്സ്ചേഞ്ച് മെത്തേഡ് ഏത് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ധാരണ സെർവറിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നത്. സെർവർ നേരത്തെ അയച്ചു കൊടുത്ത സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ക്ലയൻറ്റ് എന്ത് ചെയ്യും? വെരിഫൈ ചെയ്യും. ഓക്കെ, ഇനി ചേഞ്ച് സിഫർ സ്പെക്ക് അറിയാലോ. ചേഞ്ച് സിഫർ സ്പെക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും പെൻഡിങ് സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ പെൻഡിങ് സ്റ്റേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറൻറ്റ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ നോർമൽ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യണമല്ലോ. അതിനുവേണ്ടി ചേഞ്ച് സിഫർ സ്പെക്ക് എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യുക? അപ്പോൾ അന്നേരം ഓട്ടോമാറ്റിക്കലി പെൻഡിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? നോർമൽ സ്റ്റേറ്റിലോട്ട് കൊണ്ടുവന്ന് അതെല്ലാം കംപ്ലീറ്റ് തീർക്കും. അല്ല, അപ്പം അന്നേരം ഫിനിഷ്ഡ് ആവും. ഇനി തിരിച്ച് സെർവറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സെർവറിന് പറയാനുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് എന്തെങ്കിലും പെൻഡിങ് സ്റ്റേറ്റ് കറൻറ്റ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരണം എന്നുള്ളത്
സെർവറിന് എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെർവറും അതിനനുസരിച്ച് പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടി ഇൻഫോം ചെയ്യും, ചേഞ്ചസ് സ്പെസിഫിക് പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടി. അന്നേരം ആ ഒരു മെസ്സേജ് കിട്ടിയതിനുടനെ അവരും അതിനനുസരിച്ച് ഉറപ്പിക്കാൻ പറ്റും, ദ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ ഹാസ് കംപ്ലീറ്റഡ്, ഫിനിഷ്ഡ്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ചേഞ്ചസ് സ്പെസിഫിക് പ്രോട്ടോക്കോൾ, ഹാൻഡ് ഷേക്കിംഗ് പ്രോട്ടോക്കോൾ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വാട്ട് ആർ ദ ക്രിപ്റ്റോഗ്രാഫിക് കമ്പ്യൂട്ടേഷൻസ് ദാറ്റ് ഈസ് അഡോപ്റ്റഡ്. ഓക്കെ, ക്രിപ്റ്റോഗ്രാഫിക് കമ്പ്യൂട്ടേഷൻസ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കി ഇത്രയും പഠിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. SSL എന്ന് പറയുന്നത് ഒരു വെബ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സെക്യൂരിറ്റി സർവീസാണ്. അപ്പം ഈ SSL എന്ന് പറയുന്ന സർവീസ് വെച്ചിട്ട് നമ്മൾ ഇത്രയും വെബ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ വരുന്നുണ്ട്. ഓതൻറ്റിക്കേഷൻ എൻഷുർ ചെയ്യണം, എൻക്രിപ്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. മാത്രമല്ല ഈ SSL എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇറ്റ് ഇസ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ് ഓഫ് പ്രോട്ടോകോൾ വിച്ച് ഇസ് അഡോപ്റ്റഡ്. നമുക്ക് 4 പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യും. മാത്രമല്ല തീർച്ചയായിട്ടും ഇതിനകത്തുള്ള കമ്പ്യൂട്ടേഷണൽ പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോൾ എൻക്രിപ്ഷൻ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഓതൻറ്റിക്കേഷൻ കോഡ് കണ്ടുപിടിക്കണമെങ്കിലും നമ്മൾ തിയറി പാർട്ട് മാത്രമേ ഫോക്കസ് ചെയ്തിരുന്നുള്ളൂ. ആക്ച്വലി ഇതിനകത്ത് പ്രാക്ടിക്കലി നമ്മൾ ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യുന്നത്, ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെ കമ്പ്യൂട്ടേഷണൽ ഓപ്പറേഷൻസ് ചെയ്യണം, ഓക്കെ, എന്തൊക്കെ മെത്തേഡ്സ്, എന്തൊക്കെ സ്റ്റെപ്സ്, എന്തൊക്കെ ഫോർമുലാസ്, എന്തൊക്കെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന എൻക്രിപ്ഷൻ ആയാലും ഓതൻറ്റിക്കേഷൻ ആയാലും നമ്മുടെ കാര്യങ്ങളെല്ലാം പെർഫോം ചെയ്യുന്നതെന്നുള്ളത് വളരെയധികം റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്ക് TLS, ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി ഈസ് സംവാട്ട് സിമിലർ ടു ദാറ്റ് ഓഫ് വാട്ട് SSL itself, which minute differences, വളരെ കുറച്ച് ഡിഫറൻസസ് മാത്രമേ SSLും TLSും തമ്മിലുള്ളൂ. ഓക്കെ, SSLും TLSും ഓൾമോസ്റ്റ് സെയിം ആണ്, ബട്ട് വിത്ത് മൈനർ ഡിഫറൻസസ്. ഓക്കെ, ആക്ച്വലി TLS എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ പ്രൊപ്പോസ്ഡ് ഇൻ്റർനെറ്റ് സ്റ്റാൻഡേർഡ് ഇൻ RFC 5246. ഓക്കെ, ഈ TLSനെ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്, പ്രപ്പോസ്ഡ് ഇൻ്റർനെറ്റ് സ്റ്റാൻഡേർഡ് ഏതിനകത്ത്, RFC 5246 എന്ന് പറയുന്ന RFC സ്റ്റാൻഡേർഡിനകത്ത് ഈ TLSനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, പ്രപ്പോസ്ഡ് ഇൻ്റർനെറ്റ് സ്റ്റാൻഡേർഡ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ 5246 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് SSL വേർഷൻ 3 itself. അപ്പം RFCക്കകത്ത് വിശേഷിപ്പിച്ചിരിക്കുന്ന TLSും SSL വേർഷൻ 3 ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. പിന്നെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇവർ തമ്മിലുള്ളത്, SSLും TLSും തമ്മിൽ ബേസിക്കലി വരുന്ന ഡിഫറൻസസ് എന്തൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. എല്ലാ കാര്യത്തിലും സിമിലാരിറ്റി ഉണ്ടെന്നല്ല പറഞ്ഞത്, ദർ ആർ സം ഡിഫറൻസസ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ SSL as well as TLS. എപ്പോഴും സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ SSL അല്ലെങ്കിൽ കമ്പയർ SSL വിത്ത് TLS, സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. വേർഷൻ നമ്പറിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്, മാക്കിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്, സ്യൂഡോ റാൻഡം ഫംഗ്ഷൻ്റെ കാര്യത്തിലുണ്ട്, അലേർട്ട് കീസിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. ഇനി സിഫർ സ്യൂട്ട്സ്, ദാറ്റ് മീൻസ് ദ അൽഗോരിതം വിച്ച് ഇസ് യൂസ് ഇൻ ഓർഡർ ടു പെർഫോം എൻക്രിപ്ഷൻ, അതിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ക്ലയൻറ്റ് സർട്ടിഫിക്കറ്റ് ടൈപ്സ്, ഓക്കെ, ക്ലയൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ ടൈപ്പിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ വേറെ 2 ടൈപ്സ് ഓഫ് മെസ്സേജസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് വെരിഫൈ മെസ്സേജും ഫിനിഷ്ഡ് മെസ്സേജസും. അതിൻ്റെ കാര്യത്തിലും രണ്ടുപേരും ഒരേപോലെ അല്ല ഇഷ്യൂ ചെയ്യുന്നത്, ആ ഒരു കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ക്രിപ്റ്റോഗ്രാഫിക് കമ്പ്യൂട്ടേഷൻസിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ ദ വേ ഇൻ വിച്ച് യു പാഡ് യുവർ മെസ്സേജ്, ആ ഒരു കാര്യത്തിലും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഈച്ച് ആൻഡ് എവറി വൺ നമുക്ക് 1 by 1 നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് ഡിഫറൻസ് വിച്ച് ഇസ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ SSL ആൻഡ് TLS ഇസ് ദ വേർഷൻ നമ്പർ. ഓക്കെ, അപ്പോൾ വേർഷൻ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും TLSലെ റെക്കോർഡ് ഫോർമാറ്റ് അറിയാമല്ലോ, നമ്മുടെ റെക്കോർഡ് പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ, SSL റെക്കോർഡ് പ്രോട്ടോക്കോളുമായിട്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഓക്കെ, സെയിം മീനിങ്ങും സെയിം തന്നെയാണ്. പക്ഷേ ഒരു കാര്യത്തിലൊരു വ്യത്യാസമുണ്ട്, വേർഷൻ്റെ വാല്യൂസ് തമ്മിൽ. അതായത് ഇപ്പോഴത്തെ കറണ്ടായിട്ടുള്ള TLSൽ മേജർ വേർഷൻ 3യും മൈനർ വേർഷനും 3 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു, SSL വേർഷൻ 3ൽ എന്തായിരുന്നു, മേജർ വേർഷൻ 3യും മൈനർ വേർഷൻ 0 ആയിരുന്നു അല്ലേ. SSL റെക്കോർഡ് പ്രോട്ടോക്കോളിലല്ലായിരുന്നോ നമ്മളൊരു ഹെഡറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ അയക്കുന്നത് അല്ലേ, അവസാനം ഒരു ഹെഡറും കൂടെ SSL റെക്കോർഡ് ഹെഡറും കൂടെ ആഡ് ചെയ്തില്ലേ, ആ ഹെഡറിനകത്തല്ലായിരുന്നു നമ്മൾ മേജർ വേർഷനും മൈനർ വേർഷനും പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ മേജർ വേർഷൻ്റെ സ്ഥാനത്ത് അവിടെ 3യും മൈനർ വേർഷൻ്റെ സ്ഥാനത്ത് 0യുമായിരുന്നു. അതേസമയം ഇവിടെ TLSൽ മേജർ വേർഷൻ 3യും മൈനർ വേർഷൻ എന്തുവാ 0യുമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ
ഡിഫറൻസ് എന്താണ്? മാക്കിൻ്റെ കാര്യം. ഓക്കെ, അപ്പം SSLും TLSും തമ്മിൽ ഉള്ള ഡിഫറൻസിൽ മേജർ ഒരു ഡിഫറൻസ് ആണ് മാക്കിൻ്റെ സ്കീം യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാക്കിൻ്റെ സ്കീം, ദാറ്റ് മീൻസ് അൽഗോരിതം യൂസ് ചെയ്യുന്നത് ഏതാണ്, ഏത് രീതിയിൽ മാക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നു. ഓക്കെ, അതെല്ലാം ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് TLSൽ HMAC എന്ന് പറയുന്ന അൽഗോരിതം യൂസ് ചെയ്ത് ഹൈ ഡെഫിനിഷൻ അങ്ങനെ ഹാഷ് കൺസെപ്റ്റോട് കൂടിയൊക്കെയുള്ള മാക്ക്, അതാണ് HMAC എന്ന് പറയുന്നത്. ഈ HMACൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ആര് മാക്ക് കോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്? TLSകാർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത് വരുന്ന ഡിഫറൻസ് എന്താ? സ്യൂഡോ റാൻഡം ഫംഗ്ഷൻ. ഓക്കെ, സ്യൂഡോ റാൻഡം ഫംഗ്ഷൻ, അതായത് SSL എവിടെയും സ്യൂഡോ റാൻഡം ഫംഗ്ഷൻ്റെ കാര്യം പറയുന്നില്ല. ഓക്കെ, സ്യൂഡോ റാൻഡം ഫംഗ്ഷൻസ് വെച്ചിട്ടൊന്നുമല്ല സീക്രട്ട് കീസ് എക്സ്പാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കീ ജനറേഷൻ ചെയ്യുകയോ ചെയ്യുന്നത്. അതേസമയം TLSകാർ എന്ത് ചെയ്യുന്നുണ്ട്? സീക്രട്ട് കീസൊക്കെ എക്സ്പാൻഡ് ചെയ്യാനായാലും അതിൻ്റെ ജനറേഷന് വേണ്ടിയായാലും പിന്നെ പല ബ്ലോക്സ് ഓഫ് ഡേറ്റാസ് ഓക്കെ പ്രോസസ്സ് ചെയ്യാനായാലും എല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? TLSകാർ സ്യൂഡോ റാൻഡം ഫംഗ്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് എന്താ? നമ്മുടെ സിഫസ് സ്യൂട്ട്സിൻ്റെ നമ്മുടെ അലേർട്ട് കീസിൻ്റെ കാര്യം. ഓക്കെ, അലേർട്ട് കീസിൻ്റെ കാര്യത്തിലും SSLും TLSലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അലേർട്ട് കീസ്, ഓക്കെ, അലേർട്ട് കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSLനേക്കാൾ കുറച്ച് കൂടുതൽ ടൈപ്സ് ഓഫ് അലേർട്ട് കീസ് ആര് ഡിഫൈൻ ചെയ്യുന്നുണ്ട്? നമ്മുടെ TLSകാർ പറയുന്നുണ്ട്. SSL കുറച്ച് അലേർട്ട് കീസിൻ്റെ കാര്യമല്ലേ പറയുന്നുള്ളൂ, ഒരുപാട് അലേർട്ട് മെസ്സേജസോ അലേർട്ട് കീസോ ഒന്നും ഇല്ല. TLSൽ കുറച്ചുകൂടെ ടൈപ്സ് ഓഫ്, ദാറ്റ് മീൻസ് കുറച്ചുകൂടെ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഡിഫൈൻ ചെയ്തിട്ട് അതിനെല്ലാം അലേർട്ട്സിൻ്റെ രൂപത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് എന്താ? സിഫസ് സ്യൂട്ട്സ്, ദാറ്റ് മീൻസ് അൽഗോരിതം വിച്ച് ഇസ് അഡോപ്റ്റഡ് ഇൻ ഓർഡർ ടു പെർഫോം എൻക്രിപ്ഷൻ ആൻഡ് ദ റിലേറ്റഡ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പം അതിനകത്തും എന്തുണ്ട്? TLSും SSLും ഒരേപോലെ അല്ല ചെയ്യുന്നത്. അതായത് കീ എക്സ്ചേഞ്ചിൻ്റെ കാര്യം, അതായത് സിഫസ് സ്യൂട്ട്സിൻ്റെ കാര്യത്തിനകത്ത് തന്നെ വരുന്ന കീ എക്സ്ചേഞ്ചുകളുണ്ടല്ലോ, കീ എക്സ്ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എൻക്രിപ്ഷനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം കീ എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിലും എന്താ ഓൾമോസ്റ്റ് എല്ലാ കീ എക്സ്ചേഞ്ച് മെത്തേഡ്സും TLS സപ്പോർട്ട് ചെയ്യാറുണ്ട്. SSLനെ പോലെയല്ല, SSL എല്ലാ കീ എക്സ്ചേഞ്ച് മെത്തേഡ്സും അഡോപ്റ്റ് ചെയ്യാറില്ല. അതേസമയം TLSകാർ ഓൾമോസ്റ്റ് എല്ലാ കീ എക്സ്ചേഞ്ച് മെത്തേഡ്സും അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതംസ് എല്ലാം എന്താ SSLും TLSും ഒരേപോലെ തന്നെ സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതംസ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TLSലുള്ള എന്താ ഫോട്ടസ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നില്ല? ഈ പറയുന്ന മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത സർട്ടിഫിക്കറ്റ് ടൈപ്പിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരുപാട് ടൈപ്സ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് നമുക്കുണ്ട് അല്ലേ? ഏതൊക്കെ? TLS തന്നെ ഡിഫൈൻ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ടൈപ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് മെസ്സേജ്, RSA സൈന്, പിന്നെന്താ DSS സൈന്, RSA ഫിക്സഡ്, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് വൈഡ് വെറൈറ്റി ഓഫ് സർട്ടിഫിക്കറ്റ്സ് റിക്വസ്റ്റ് ചെയ്യാനുള്ള മെസ്സേജസ് ആര് ജനറേറ്റ് ചെയ്യുന്നുണ്ട്? TLS. ശ്രദ്ധിക്കുക, സർട്ടിഫിക്കറ്റിന് കിട്ടാനുള്ള റിക്വസ്റ്റ് മനസ്സിലായി. നമുക്ക് പല ടൈപ്സ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെന്നുള്ളത് വാസ്തവം. ഈ സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടാൻ വേണ്ടി പല ടൈപ്സ് ഓഫ് റിക്വസ്റ്റ് ഉണ്ട് അല്ലേ? നിങ്ങൾക്കിപ്പം സർട്ടിഫിക്കറ്റ് വേണം, നിങ്ങളുടെ 10th പ്ലസ് 2 സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന റിക്വസ്റ്റിന് പല ടൈപ്സ് ഓഫ് റിക്വസ്റ്റ് ഉണ്ട്. അതുപോലെ ഇവിടെയും നമുക്ക് പല ടൈപ്സ് ഓഫ് റിക്വസ്റ്റ് ഉണ്ട് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആ റിക്വസ്റ്റുകൾ നമുക്ക് കുറേ കൂടെ കാറ്റഗറി ഓഫ് റിക്വസ്റ്റ് നമുക്ക് ഏതിനകത്തുണ്ട്? TLSനകത്തുണ്ട്. ഓക്കെ, റാദർ ദാൻ യൂസിങ് ദ SSL. അടുത്തത് വരുന്നത് എന്താ? സർട്ടിഫിക്കറ്റ് വെരിഫൈ ആൻഡ് ഫിനിഷ്ഡ് മെസ്സേജ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ TLSൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഫിനിഷ്ഡ് മെസ്സേജസിനൊക്കെ നമ്മൾ MD5 SHA-1 അൽഗോരിതംസ് ഒക്കെ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കുക. നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ആൻഡ് ഫിനിഷ്ഡ് മെസ്സേജ്, ദാറ്റ് മീൻസ് ആ ഓതൻറ്റിസിറ്റി വെരിഫൈ ചെയ്യാനും എൻഷുർ ചെയ്യാനും നമ്മൾ MD5 SHA-1 അൽഗോരിതം ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് TLSൻ്റെ കേസിൽ. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഇൻഡിക്കേറ്റഡ് ഇൻ ദ കേസ് ഓഫ് SSL ആൻഡ് ഓൾ. ഓക്കെ, അടുത്ത വരുന്നത് എന്താ? അവസാനം വരുന്നത് എന്താ? ക്രിപ്റ്റോഗ്രഫിക് കമ്പ്യൂട്ടേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SSLലും TLSലും ഒരുപാട് കമ്പ്യൂട്ടേഷൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻക്രിപ്ഷൻ ആയാലും ഓതൻറ്റിക്കേഷൻ ആയാലും ചെയ്യുന്നത്. നമ്മുടെ TLSനകത്ത് നമുക്കെന്താ പ്രീ മാസ്റ്റർ സീക്രട്ട് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് ക്രിപ്റ്റോഗ്രഫിക് കമ്പ്യൂട്ടേഷനകത്ത്. പ്രീ മാസ്റ്റർ സീക്രട്ട്. ഓക്കെ, അത് മാസ്റ്റർ സീക്രട്ട് SSLാണെങ്കിൽ അത് മാസ്റ്റർ സീക്രട്ട് എന്നാണ് അതിനെ ടേം ചെയ്യുന്നത്. ഓക്കെ, അതും നമ്മൾ രണ്ടും ആ ഒരു ടേം വ്യത്യാസമുണ്ട്. രണ്ട് രീതികളിലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ശ്രദ്ധിക്കുക, ക്രിപ്റ്റോഗ്രഫിക് കമ്പ്യൂട്ടേഷൻസ് രണ്ട് പേർക്കും ഉണ്ട്, SSLനും ഉണ്ട് TLSനും ഉണ്ട്. SSLൻ്റെ കേസിൽ പ്രീ മാസ്റ്റർ സീക്രട്ട് എന്ന് പറയുന്ന ആ ഒരു കീ അല്ലെങ്കിൽ ആ ഒരു ടേം നമ്മൾ SSLലും കണ്ടുപിടിക്കുന്നുണ്ട്. TLSൽ കണ്ടുപിടിക്കുന്ന പ്രീ മാസ്റ്റർ സീക്രട്ട് എന്ന് പറയുന്ന ഫീൽഡ് SSLനും
കണ്ടുപിടിക്കുന്നുണ്ട്. അതിൻ്റെ പേര് പക്ഷേ മാസ്റ്റർ സീക്രറ്റ് ആണ്. രണ്ടും കണ്ടുപിടിക്കാൻ അഡോപ്റ്റ് ചെയ്യുന്ന മെക്കാനിസംസും വ്യത്യാസമാണ്. ഓക്കെ, അതുപോലെ പാഡിങ്. ഓക്കെ, പാഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്ക് എത്ര ബിറ്റ്സ് ഓഫ് മെസ്സേജസ് ആണ് നിങ്ങൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പലപ്പോഴും നമ്മുടെ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഡീഷണൽ ബിറ്റ്സ് പാഡ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒരേപോലെ അല്ല ഇവർ പാഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഏതിൻ്റെ കേസിൽ, SSLൻ്റെ കേസിൽ ഏത് രീതിയിലാണ് പാഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റയുടെ മൊത്തത്തിലുള്ള സൈസ് ഓക്കെ ടു ബി എൻക്രിപ്റ്റഡ് ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് സിഫേഴ്സ് ബ്ലോക്ക്. ഓക്കെ, അതായത് സിഫർ ബ്ലോക്ക്, എത്ര ബ്ലോക്ക് ഓഫ് സിഫർ ടെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്, അതിൻ്റെ മൾട്ടിപ്പിൾ ആവുന്ന രീതിയിലായിരിക്കും നമ്മളിതിനെ പാഡ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ TLSലാണെങ്കിൽ അങ്ങനെയല്ല. ഓക്കെ, ഒരു 255 ബൈറ്റ്സ് വരെ, അങ്ങനെ അത്രയും മൾട്ടിപ്പിൾ ആയിട്ടൊന്നും നോക്കത്തില്ല. 255 ബൈറ്റ്സ് വരെ മൾട്ടിപ്പിൾ ആവുന്ന രീതിയിൽ മാത്രമേ നമ്മൾ TLSലെ ഡേറ്റ ഫ്രാഗ്മെൻറ്റ്സ് പാഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങളാണ് SSLും TLSും തമ്മിലുള്ളത്. ഓക്കെ, ഈ ഫിഗേഴ്സ് ഒന്നും വരയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല. ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മൾ HMAC ആണ് TLSൽ യൂസ് ചെയ്യുന്നത് ഓതൻറ്റിക്കേഷന് വേണ്ടി, റാദർ ദാൻ യൂസിങ് ദ ഡയറക്റ്റ് മാക് ഓപ്പറേഷൻ ഇൻ ഓർഡർ ടു കമ്പ്യൂട്ട് ദ മാക് കോഡ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് TLSൻ്റെ കാര്യം. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. SSLും TLSും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഡിഫറൻസ്. ഓക്കെ.